അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ ഇരിക്കാം. ഹലോ, ഇപ്പൊ സമയമുണ്ടല്ലോ രാത്രി എവിടെ 10:51. അച്ചുക്കുളി അനിയമോൻ ഇന്ന് സ്കൂളില് ടൂർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അനിയമോന് ധരിക്കാകെ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാക്കിയാൽ നല്ല ഉറക്കമാണ്. ആച്ച് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 11-11:30 ആവുമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഒരു 10:50 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സ്കൂളൊക്കെ എത്താനായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റത്തെ ദൂരമുള്ളൂ. ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എത്തും. എന്റെ സ്കൂളിൽ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോണ്ടല്ലായിരിക്കാം വീട്ടിൽ വന്ന് പറയുമ്പോ അന്നൊന്നും എന്റെ ഉപ്പാന്റെ കാശൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ഫസ്റ്റ് നോയായിരിക്കും. ഈ നോ കേൾക്കുമ്പോ തന്നെ ഞാൻ നിലത്ത് കിടന്ന് ഇങ്ങനെ അടിച്ചു കിടന്ന് കരയും. പിന്നെ എന്റെ ഉപ്പ എവിടെ നിന്നൊക്കെ കാശൊക്കെ കൊണ്ടുവന്ന് തരും. ഏറ്റവും ലാസ്റ്റ് ടൂർ പോകാൻ കാശ് കൊടുക്കണ ഒരാള് ഞാനായിരിക്കും. അതെന്താന്നറിയില്ല, എപ്പോഴും അതെ. ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് ഡേ, അല്ലാന്നുണ്ടെങ്കിൽ പോണേന്റെ തൊട്ട് രാവിലെയൊക്കെ ആയിരിക്കും ടീച്ചർമാരെ കാശൊക്കെ കൊടുക്കണം. അതൊക്കെ ഒരു കാലം. നമ്മുടെ മക്കൾ ഇപ്പൊ ടൂർ പോണെന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ഇതുപോലെ ഞങ്ങൾ നോ പറഞ്ഞു. അപ്പൊ തന്നെ രണ്ടും കൂടി ഭയങ്കര വാശി. ഞാൻ ഒരു ക്യാഡ് വരയ്ക്കാം, പേടിക്കേണ്ട. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. നമ്മള് കൊറേ എന്താ പറയാ കൊറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ മക്കളെ കൂടി കാണുന്നത്. പണ്ട് എനിക്ക് ടൂറൊക്കെ പോണ ഓർമ്മ എന്താ അറിയുമായിരിക്കാം. ഞാൻ സ്കൂളിൽ നിന്ന് ഇതുപോലെ ഞാനും ടൂറൊക്കെ പോകും. അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വിട്ടാ, സ്നാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് സ്കൂളിൽ നിന്ന് അപ്പൊക്കെ എന്തായിരുന്നു അറിയാമായിരിക്കും. ഞാൻ കൊണ്ടുപോയിരുന്ന മറ്റേ ലവ് ബിസ്ക്കറ്റ് ഇല്ലേടോ, പഞ്ചസാര മേലിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള ആ ലവ് ബിസ്ക്കറ്റ്, ചിപ്സ്, പിന്നെ അങ്ങനെ കുറെ സാധനം, ഫ്രൂട്ടി, ഇതൊക്കെയാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ ഇതൊന്നും അവിടുന്ന് കഴിക്കൂല. ഞാൻ അവിടെ നിന്ന് കഴിക്കുമ്പോ എൻ്റെ കാക്കമാർക്ക് ഉണ്ടാവൂലല്ലോ എന്ന് ഓർത്തില്ലേടോ. അതൊക്കെ പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കോ, അതുമില്ല. അവിടെ വന്നിട്ട് അതും എടുക്കാമ്പോ എടോ അതോടല്ല എന്റെ സാധനമാണ്. എന്നിട്ട് ഞാൻ തന്നെ പൊട്ടിച്ച് എനിക്ക് തന്നെ പങ്കിട്ട് കൊടുക്കണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പൊ ടൂറൊക്കെ എനിക്ക് അതാണ് ഓർമ്മ. എനിക്ക് എന്തെങ്കിലും പറയണ്ട. അതെ, പക്ഷെ ഇത്രയും വൈകിയൊന്നും ഞാൻ ടൂറൊന്നും പോയി വന്നിട്ടില്ല. ഇത് 11 മണിയായി. അപ്പൊ ഗൈസ് എന്താ പറയാ, എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാം. സ്കൂളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല, കാരണം കുറെ പിള്ളേര് ടയർഡായിരിക്കും, കുറെ പാരന്റ്സ് ഉണ്ടാവും. പിന്നെ സ്കൂളല്ലേ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ അല്ലേ ഇരിക്കാം. ഇതുപോലെ എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഇപ്പൊ നമ്മൾ ഗുഡ് നൈറ്റ് പറയേണ്ടി, കാരണം ഗുഡ് നൈറ്റിന്റെ സമയമാണ്. രാത്രി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കണം. ഓക്കെ, ബൈ.